അപ്പോൾ നമുക്ക് മെറ്റ തരുന്നൊരു ഓപ്ഷനാണ് നമുക്ക് ആക്ച്വലി ആര് ആഡ് റൺ ചെയ്യുകയാണെങ്കിലും അവർ എന്തൊക്കെ ആഡ് റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, നമ്മളെന്തെങ്കിലും സോഷ്യൽ കോസിന് വേണ്ടിയിട്ടൊക്കെയാണ് റൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആക്ച്വലി അവർ ആഡ് ചെയ്യുന്ന സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും കാണാൻ വേണ്ടി പറ്റും. എൻ്റെ എല്ലാ പാർട്ടിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ LDF സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ ഓഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവർ കഴിഞ്ഞ 7 ദിവസത്തിൽ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു 90 ഡേയ്സിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 90 ഡേയ്സിൽ അറൗണ്ട് 9 lakhs റുപ്പീസാണ് ഈ LDF കേരളം എന്നുള്ള ഈ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് സ്പെൻഡ് ചെയ്തേക്കുന്നത് ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു ഓപ്ഷൻ ഉള്ളത് അവർ യൂസ് ചെയ്യുന്ന ഓഡിയൻസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓഡിയൻസ് അവർ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ എന്തായാലും ഒന്നും യൂസ് ചെയ്യുന്നില്ല, ആക്ച്വലി UDF യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിക്കാം. LDF കേരളത്തിന് ഞാൻ നോക്കിയപ്പോൾ അവർ ആക്ച്വലി ഒരു അക്കൗണ്ടിൽ നിന്നല്ല, അവർ മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൽ നിന്ന് ആഡ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന എമൗണ്ട് ഈ ഒരു അക്കൗണ്ടിൽ മാത്രമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ INC, ഇതും വൺ ഓഫ് ദി അക്കൗണ്ടാണ്. അവർക്ക് വേറെ അക്കൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് അഗെയിൻ ഇത് ഞാൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് 7 ഡേയ്സിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് 45 lakhs ആണ്. സോറി, 90 ഡേയ്സ് വെക്കുകയാണെങ്കിൽ 90 ഡേയ്സിൽ 50 lakhs ആണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഇവിടെ കസ്റ്റം ഓഡിയൻസ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കസ്റ്റം ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇവിടെ കസ്റ്റമർ ലിസ്റ്റ് കൊടുത്തേക്കുന്നുണ്ടോ. കസ്റ്റമർ ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ ഫോൺ നമ്പറും ഇമെയിൽ ID ഒക്കെ വെച്ചിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് മെറ്റയിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെറ്റ അവരെ ടാർഗറ്റ് ചെയ്തോളൂ. അതാണ് ആക്ച്വലി കസ്റ്റമർ ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എക്സ്ക്ലൂഡും ചെയ്തിട്ടുണ്ട്. സെർട്ടൻ ആൾക്കാരെ കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലൂഡും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് BJP കേരളത്തിൽ നോക്കാം. ഓഡിയൻസ്, ഓക്കെ, ഓഡിയൻസ് നോക്കുകയാണെങ്കിലും ഇവിടെയും ആക്ച്വലി കസ്റ്റമർ ലിസ്റ്റ്, കസ്റ്റം ഓഡിയൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവർ ഈ പറഞ്ഞ പോലെ ഫോൺ നമ്പറും ഇമെയിൽ ID ഒക്കെ വെച്ചിട്ട് കസ്റ്റമർ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ കസ്റ്റമർ ലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് അവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർ ലിസ്റ്റ് എക്സ്ക്ലൂഡും ചെയ്തിട്ടുണ്ട്. ഇവരുടെ സ്പെൻഡ് നോക്കുകയാണെങ്കിൽ 60 lakhs ഇൻ ദ ലാസ്റ്റ് 7 days. ഇത് നമ്മൾ മാറ്റിയിട്ട് 90 ഡേയ്സ് ആക്കി കഴിഞ്ഞാൽ 80 lakhs. 80 lakhs ആണ്, 8 million ആണ് BJP കേരളം എന്നുള്ള ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് മാത്രം സ്പെൻഡ് ചെയ്തേക്കുന്നത്.